ഇവിടെ കൊപ്രയൊക്കെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. കൊപ്ര അരിഞ്ഞത് വെയിലത്ത് വെക്കണം. ഇനി കുറച്ച് അരിയാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. കണ്ടോ, ഈ ചാക്കിലിരിക്കുന്നുണ്ട്. അരിയേണ്ടതാണ്. ഇതും അരിഞ്ഞതാണ്. ഇതൊക്കെ വെയിലത്ത് വെക്കണം കേട്ടോ. ഇനി നമുക്ക് ഇവിടെ 2 ചാക്കിലിരിക്കുന്നുണ്ട്. ഇതൊക്കെ വെയിലത്ത് കൊണ്ടുവച്ച് ഉണക്കണം. ഇത് ഉണക്കായിട്ടുണ്ട്, എങ്കിലും ആട്ടാറായിട്ടില്ല. ഇന്ന് മാങ്ങ കുറച്ച് വീണിട്ടുണ്ട്. ഒരു നാരങ്ങ കിട്ടിയിട്ടുണ്ട്. ചീര, ഇന്നത്തേക്കുള്ള ചീര കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പഴം കായക്കൊല പഴുത്തു ഉണ്ടോ. നല്ല കദളി, എന്താ പറയുക, ഞാലിപ്പൂവനാണ് കേട്ടോ. ഞാലിപ്പൂവൻ പഴുപ്പാവണേ ഉള്ളൂ, എങ്കിലും വേറെ നമുക്ക് തിന്നാലേ. നിങ്ങൾക്ക് വന്നാൽ തരാം കേട്ടോ. ഞാലിപ്പൂവൻ വാഴക്കുലകൾ ഞാന് കളിക്കാറുണ്ടോ, അവിടെ ഞാന് കളിക്കാറുണ്ടോ. ഇതിലെന്താണ്, നാളികേരം പൊതിച്ചുകൊണ്ട് കണ്ട കേട്ടോ. നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നലെ എലക്ഷൻ കഴിഞ്ഞു. ഞാൻ കല്യാണം കൂടാൻ പോയി. കല്യാണത്തിന് പോയി, വീട്ടിൽ മുപ്പിയത്ത് പോയി, കുറേ ആൾക്കാരെ കണ്ടു. സന്തോഷമായിരുന്നു. തിരിച്ചു വന്നു. പിന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റു. നേരത്തെ എണീറ്റ് കുളി ആദ്യ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു. ഉച്ചക്കലക്കുള്ള ഭക്ഷണം. നല്ല ചൂടല്ലേ. ചൂട് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ രാജ്യമൊക്കെ മരുഭൂമിയാവാൻ പോകാൻ തോന്നണം. നമുക്ക് എന്താ ചെയ്യുക? ചൂടെന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ചൂടിന്ന് മോചനം കിട്ടാൻ എന്താ ഒരു വഴി എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നണ കാര്യം ഞാൻ പറയാം. നിങ്ങൾക്കതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് അതിൽ കൂടെ എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ അതുകൂടി പറയാം. ഒന്നാമത്തെ കാര്യം, ചൂട് കുറയ്ക്കാനായിട്ട് എനിക്ക് തോന്നണത് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. അപ്പം അതിരാവിലെ സൂര്യ ഉദിച്ചു വരുന്നേക്കാളും മുൻപ് സൂര്യ ഉദിച്ചു ഉയരുമ്പോഴാണല്ലോ ചൂട് കൂടുതലാവണത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് വീട്ടിലെ പണികളൊക്കെ കഴിച്ചു വയ്ക്കുക. എന്ന് വെച്ചാൽ പാചക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കഴിച്ചു വയ്ക്കുക. പാചകം എന്ന് വെച്ചാൽ ഗംഭീര പാചകമൊന്നും ചെയ്യണ്ട, കുറച്ച് ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ചോറ്, അതിനുള്ള കറികളൊക്കെ നേരത്തെ ഉണ്ടാക്കി വയ്ക്കുക. ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട്ടത്ത് നിന്ന് പണിയെടുക്കുമ്പോൾ നമുക്ക് സൂര്യൻ്റെ ചൂടും തീയിൻ്റെ ചൂടും കൂടെ ആകുമ്പോൾ സഹിക്കാൻ പറ്റാണ്ടാവും. അത് കാരണം ദോശ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കണം നല്ലതെന്ന് എനിക്ക് തോന്നണം. കാരണം ദോശ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് നിന്ന് സ്റ്റൗവിൻ്റെ ചൂട്, ദോശക്കല്ലിൻ്റെ ചൂടൊക്കെ ഇങ്ങനെ ഏൽക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും എളുപ്പം പെട്ടെന്നാവാനായിട്ട് ആവിയിലുണ്ടാക്കുന്ന സാധനങ്ങളാണെങ്കിൽ പെട്ടെന്ന് അടുപ്പത്ത് വെച്ച് അത് പുഴുങ്ങിയെടുക്കാം. ദോശയ്ക്ക് പകരം ഇഡ്ഡലി ആവാം, അല്ലെങ്കിൽ കൊഴുക്കട്ട ആവാം. അങ്ങനത്തെ വല്ല ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ആഹാരമാണെങ്കിൽ അത് നല്ലത്. കുറേ നേരം അടുപ്പിൻ്റെ അടുത്ത് നിൽക്കാതിരിക്കുക. പിന്നെ വെള്ളം ധാരാളം കുടിക്കുക. സംഭാരം ഉപ്പിട്ടിട്ട്, ഉപ്പ് അതുപോലെ ഇഞ്ചി തുടങ്ങിയിട്ടുള്ള മുളകൊക്കെ ചേർത്തുള്ള സംഭാരം ഉണ്ടാക്കി സമൃദ്ധിയായിട്ട് കുടിക്കുക. നാരങ്ങ വെള്ളം കുടിക്കുക. ഏതെങ്കിലും ഒന്ന് കേട്ടോ, എല്ലാം കൂടി കുടിക്കണ്ട. വ്യത്യസ്തമായിട്ട് ദിവസം നെല്ലിക്ക കൊണ്ട് അതുപോലെ തന്നെ വെള്ളം ഉണ്ടാക്കി കഴിക്കാം, നാരങ്ങ കൊണ്ട് ഉണ്ടാക്കി കഴിക്കാം, ജ്യൂസ് കഴിക്കാം. മധുരം അധികം കഴിക്കുന്നത് നല്ലതല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മധുരം ഒഴിവാക്കുക. പിന്നെ ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക. ഫ്രൂട്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങണ ഫ്രൂട്ട്സ് തന്നെ കഴിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അത് കഴിക്കാം. ഉദാഹരണം മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ കഴിക്കാം. അപ്പോൾ ഇവിടെ ഞങ്ങൾക്കിവിടെ മാങ്ങയുണ്ട്. നാട്ടുമാങ്ങയൊക്കെ ഓരോന്നൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് അങ്ങനെ കഴിക്കാം. എന്താ മൂവാണ്ടൻ മാങ്ങ, അതുപോലത്തെ മാങ്ങകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കത് ജ്യൂസ് അടിച്ച് കഴിക്കാം, വെറുതെ കഴിക്കാം ഫ്രൂട്ട്സ്. പിന്നെ വീട്ടിലുണ്ടാവുന്ന സാധനം നമുക്ക് തക്കാളി ചക്ക ചിലപ്പോൾ വീട്ടിലുണ്ടാവാം. അതുപോലെ വാഴപ്പഴം എല്ലാവരുടെ വീട്ടിലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ആ ഒരു കൊല കണ്ടില്ലേ, ഇപ്പോൾ തന്നെ ഞാലിപ്പൂവനാണ്. അത് കഴിഞ്ഞ ദിവസം വെട്ടിക്കൊണ്ട് വച്ചിട്ട് ഇപ്പോൾ പഴുത്ത് വരുന്നേ ഉള്ളൂ. ഒരെണ്ണം ഞാൻ എടുത്തു തിന്നാനായിട്ട്. അങ്ങനെ ഇടയ്ക്ക് ഇതൊക്കെ എടുത്ത് കഴിക്കുക. പിന്നെ വെള്ളം കുടിക്കുക പറഞ്ഞല്ലോ. പിന്നെ പച്ചക്കറി സാലഡ് പോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക. പച്ചക്കറി, എരിവ്, പുളി തുടങ്ങിയിട്ടുള്ളവ കുറയ്ക്കുക. ചൂടുകാലത്ത് അത് കുറയ്ക്കണം, നല്ലതാണ്. എരിവ്, പുളി കുറയ്ക്കുക. വല്ലാണ്ട് സഞ്ചാരം എടുക്കില്ല നമുക്ക്. അതുപോലെ തണുപ്പുള്ള ഭക്ഷണങ്ങൾ ഇങ്ങനെ കഴിക്കുക. സാലഡ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ പച്ചക്കറി കൊണ്ടുള്ള സാലഡല്ല, വെജിറ്റബിൾ സാലഡ് അങ്ങനെ ഉണ്ടാക്കി കഴിക്കും. കുക്കുംബർ, ക്യാരറ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന സാലഡ് കഴിക്കാം.
അല്ലെങ്കിൽ മധുരം ഉള്ള പഴങ്ങൾ ഉണ്ടാക്കുന്ന സാലഡ് കഴിക്കാം, അതല്ലെങ്കിൽ ജ്യൂസ് കഴിക്കാം. പറഞ്ഞു കുറേ പ്രാവശ്യം പറഞ്ഞു, തന്നെ വീണ്ടും വീണ്ടും പറയണ്ട. ചൂടിൽ നിന്ന് ഒഴിവാക്കുക. പുറത്തുള്ള യാത്ര പകല് നല്ല വെയിലത്ത് യാത്ര ചെയ്യാണ്ടിരിക്കുക. 11 മണിക്ക് ശേഷം ഒരു 4 മണി വരെ പുറത്തേക്ക് കടക്കാണ്ടിരിക്കുക. നേരത്തെ അതിന് പകരം നേരത്തെ ആ പണികളൊക്കെ കഴിച്ചു വയ്ക്കുക. യാത്രകൾ കഴിയുന്നത് ഒഴിവാക്കുക. പിന്നെ വീണ്ടും ഉള്ളിൽ കഴിച്ചു കൂട്ടുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കുളിക്കുക, 2 നേരവും 3 നേരവും കുളി ശീലാക്കുക. പച്ചവെള്ളത്തിൽ കുളിക്കുക. അപ്പോൾ ഇത്തിരിയൊക്കെ സമാധാനം കിട്ടുമായിരിക്കും. അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യാനാ? എല്ലാവർക്കും AC ഒക്കെ വച്ചിരിക്കാൻ പറ്റിയതൊന്നും വരില്ല. മാത്രമല്ല കറണ്ട് കണ്ടമാനം വരില്ലേ. ഏഴുന്നേരം ഫാൻ ഇടുക, ഏഴുന്നേരം AC ഇടുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് അതൊക്കെ കുറയ്ക്കുക. വെള്ളം കുടിക്കുക, ശരീരം കുളിക്കുക, കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക കഴിയുന്നതും കേട്ടോ. അതിൽ സിൽക്ക് പോലത്തെ സാധനങ്ങളൊക്കെ ചൂട് നിൽക്കുന്ന ഡ്രസ്സുകൾ ധരിക്കാതിരിക്കുക, ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക, വിയർക്കാതിരിക്കുക. വിയർത്തിരിക്കുമ്പോൾ കുളിക്കാതിരിക്കുക. വിയർപ്പ് പറ്റിയിട്ട് മാത്രം കുളിക്കാൻ പാടുള്ളൂ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് എങ്ങനെയെങ്കിലും ഈ വേനൽക്കാലം കൊണ്ട് തരണം ചെയ്യാം. മാത്രമല്ല എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാത്തിനും മഴയൊന്നും പെയ്യിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. എല്ലാം ചെയ്യാം. ചൂടടിക്കാണ്ടിരിക്കാൻ നമുക്ക് ഫാനിടാം, AC വയ്ക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ മഴ പെയ്യിപ്പിക്കാൻ പറ്റുമോ നമുക്ക്? കൃത്രിമ മഴ ഒരു പ്രാവശ്യമൊക്കെ വേണമെങ്കിൽ പെയ്യിപ്പിക്കാൻ പറ്റിയിരിക്കും. നല്ല മഴ കിട്ടണമെങ്കിൽ നമ്മളുടെ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. പിന്നെ ചുറ്റുമുള്ള മരങ്ങളില്ലേ, വീടിൻ്റെ ചുറ്റും വാഴ തുടങ്ങിയിട്ടുള്ള മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കളയാതിരിക്കുക. അതിൻ്റെ തണുത്ത കാറ്റൊക്കെ നമുക്ക് കിട്ടും. ചെടികളൊക്കെ വെക്കുക, ചെടികൾക്ക് നനയ്ക്കുക. മരങ്ങൾ ചുറ്റുമുള്ള ചെടികൾക്കൊക്കെ നനച്ചാൽ ഒരു കുളിർമ, ശീതളമായ കാറ്റൊക്കെ കിട്ടും. അങ്ങനെ ചെയ്യാം. ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചുറ്റും നനയ്ക്കണമൊക്കെ ഉണ്ട്. രാവിലെ നനയ്ക്കും, വൈകുന്നേരം നനയ്ക്കും. ഉച്ചയ്ക്കും നനയ്ക്കാൻ പറ്റില്ലല്ലോ, ഉച്ചയ്ക്ക് ചൂടല്ലേ. പഴം തിന്നിട്ട് കേട്ടോ. നല്ല പഴമാണ് കേട്ടോ, ഞാലിപ്പൂവൻ. ഇത് കഴിഞ്ഞ ദിവസം മുപ്പിലേത് പോയപ്പോഴേ ഗോതം കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് മൂന്നും കൊടുത്തച്ചതാണ്. അനിയനുണ്ടല്ലോ മൂന്നും മാഷ് കൊടുത്തച്ചതാണ്. ഒരു കൊല പഴുത്ത് വരേണ്ടതുള്ളൂ. അത് പച്ചയായിരുന്നു ശരിക്കും കൊണ്ടുവന്നപ്പോഴേ. അത് ഇപ്പം പഴുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ആഹാരത്തിൽ പച്ചക്കറി കൂടുതൽ കഴിക്കുക. അത്രയുള്ളൂ. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോണത് എന്താണ്? ഞാൻ ഉണ്ടാക്കാൻ പോണത് സാമ്പാർ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് മാങ്ങ വീണ് കിട്ടിയിട്ടുണ്ട്. ആ മാങ്ങ നമുക്ക് വെറുതെ ഒരു പുളിശ്ശേരി വെക്കാം. മാമ്പഴല്ലേ, വെറുതെ തിന്നണമെങ്കിൽ വെറുതെ തിന്നാം കേട്ടോ. പിന്നെ ചീരയുണ്ട്, കുറച്ച് ചീര കിട്ടി നമ്മുടെ തോട്ടത്തിൽ. ചെടിത്തോട്ടത്തിനുള്ളിൽ മുളച്ച് വന്ന ചീരകളെയൊക്കെ പറിച്ചെടുത്ത് ഇന്നൊക്കെയുള്ള മെഴുക്ക് പുരട്ടിയാക്കി. മിനിഞ്ഞാന്ന് ഞങ്ങൾ ഇരിഞ്ഞാലക്കുട ഉത്സവം കാണാൻ പോയി. ഞാൻ ആ ഉത്സവത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ നാലമ്പലം തൊഴ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. കർക്കിടക മാസത്തിൽ നാലമ്പലം, അതായത് കർക്കിടക മാസത്തിൽ രാമായണ മാസമായിട്ടാണല്ലോ നമ്മൾ കണക്കാക്കണത്. അപ്പോൾ എല്ലാവരും വീട്ടിലും പൂജ, ശിവോതി പൂജ ചെയ്യുന്നു, രാമായണ പാരായണം ചെയ്യുന്നു, അങ്ങനെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ രാമായണത്തോടനുബന്ധിച്ച് നാലമ്പല യാത്രകളുണ്ട് കർക്കിടക മാസത്തിൽ. ഈ നാലമ്പലം എന്ന് പറയുന്നത് ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ തുടങ്ങിയിട്ടുള്ള 4 സഹോദരന്മാരുടെ പ്രതിഷ്ഠയുള്ള ദേവാലയങ്ങളിലേക്കാണ് നാലമ്പലം തൊഴാൻ പോവുക. അതിൽ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങളുടെ ഇവിടെ ഉള്ളത് ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ തൃപ്രയാറ് ആണ്. തൃപ്രയാറ് തേവര് എന്നും പറയും. ശ്രീരാമൻ തേവരെന്ന തൃപ്രയാറ് തേവരയെന്ന് പറയാം. ശ്രീരാമൻ്റെ അമ്പലം അവിടെയാണ്. അത് തൃപ്രയാറിൻ്റെ തീരത്ത്, അതായത് പുഴയാണ്, അമ്പലത്തിന് മുന്നിൽ പുഴയാണ്. ആ പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം. വളരെ പഴക്കമുള്ള ഒരു അമ്പലമാണ് അത്. എൻ്റെ അമ്മയൊക്കെ പറയും, ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ ഇവിടെ ഗുരുവായൂരും തൃപ്രയാറാണുള്ള ഏറ്റവും പ്രശസ്തങ്ങളായിട്ടുള്ള വലിയ 2 അമ്പലങ്ങൾ. ഗുരുവായൂർ, തൃപ്രയാർ, 2 മഹാവിഷ്ണുവിൻ്റെ, ഒന്ന് കൃഷ്ണനും ഒന്ന് രാമനുമാണ്. എൻ്റെ കുട്ടിക്കാലത്ത് അമ്മ പറയും,
നിനക്ക് ചോറ് തന്നിട്ടുള്ളത് തൃപ്രയാർ അമ്പലത്തിലാണെന്ന് പറയും. അതായത് കുഞ്ഞുകുട്ടിക്ക് അന്ന് കാലത്ത് അവിടെ പാലൊന്നും പണിതിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് വണ്ടിയിൽ പോയാൽ പുഴയുടെ അക്കരെ എത്തിയിട്ട് അവിടെ നിന്ന് പുഴ വഞ്ചി കടന്നിട്ട് വേണം അക്കരയ്ക്ക് പോകാനായിട്ട്. അങ്ങനെയാണ് തൃപ്രയാർ എത്തുക. എന്നിട്ടാണ് അവിടുത്തെ അമ്പലത്തിലാണ് അച്ഛനും അമ്മൂമ്മയൊക്കെ കൂടിയിട്ട് എനിക്ക് ചോറ് തന്നിട്ടുള്ളതെന്ന് പറയണത്. അപ്പം അത്ര നിങ്ങൾക്കറിയാമല്ലോ. അതിനേക്കാളും എത്രയോ പഴക്കമുള്ള അമ്പലം എന്നറിയോ അവിടെ. പണ്ടൊന്നും ഇങ്ങനെ നാലമ്പല യാത്രയൊന്നും ഇല്ല. ഇപ്പോഴാണ് കൂടുതൽ തുടങ്ങിയിരിക്കണത്. അത് ഞങ്ങൾ പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. തൃപ്രയാർ തേവര്, അതായത് ശ്രീരാമൻ ആദ്യം തൊഴുത് കഴിഞ്ഞാൽ അടുത്ത തൊഴുക ഭരതനെയാണ്. ശ്രീരാമൻ കഴിഞ്ഞാൽ ഭരതനാണല്ലോ അടുത്ത മകൻ അല്ലേ, ദശരഥൻ്റെ. ഭരതൻ്റെ അമ്പലം എന്ന് വെച്ചാൽ ഇരിഞ്ഞാലക്കുടയാണ്. ഇരിഞ്ഞാലക്കുട ശ്രീരാമൻ്റെ പാദുകങ്ങൾ വാങ്ങിയിട്ട്, കാട്ടിൽ നിന്ന് വാങ്ങിയിട്ട് പാദുകങ്ങൾ വാങ്ങിയിട്ട് നന്ദിഗ്രാമത്തിൽ വന്ന് പാദുകങ്ങൾ സിംഹാസനത്തിൽ വെച്ച്, അയോധ്യയിലല്ല ഭരതൻ രാജ്യം ഭരിക്കണത്. കാരണം അത് അയോധ്യ തലസ്ഥാനമാണല്ലോ. അതിന് പകരം നന്ദിഗ്രാമത്തിലാണ് ഈ പാദുകങ്ങൾ കൊണ്ടുവച്ച് അത് ശ്രീരാമന് വേണ്ടി രാജ്യം ഭരിച്ചെന്നാണ് പറയണത്. അത് രാജാവിൻ്റെ ഒരു ചെങ്കോലും കിരീടവും ഒന്നും ഉണ്ടായിരുന്നില്ല ഭരതന്. എങ്ങനെയാണെന്ന് വെച്ചാൽ ചേട്ടൻ എപ്രകാരമാണോ ജടയും ഒക്കെ വളർത്തിയിട്ട് ഇങ്ങനെ ജീവിച്ചിരുന്നത്, ജടയും അല്ലേ, അതേപോലെ ചീരവസ്ത്രങ്ങളും ജടയും ഒക്കെ ആയിട്ട് തന്നെയായിരുന്നു. ഒരു എന്താ പറയുക, വസ്ത്രം പോലും മാറ്റിയിട്ട് ഒരു കോണകം മാത്രമായിട്ട് അങ്ങനെയാണ് ഭരതൻ. അത്രയും ഒരു നിസ്സംഗ പരിത്യാഗി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് ഭരതൻ രാജ്യം ഭരിച്ചത്. മാണിക്യമാണത്രേ അവിടുത്തെ ഈ വിഗ്രഹം. മാണിക്യം എന്ന രത്നമുണ്ടല്ലോ, അതുകൊണ്ടാണെന്നാണ് പറയണത്. അതിന് കഥയൊക്കെ ഉണ്ട്. അങ്ങനെ ഭരതനെയാണ് രണ്ടാമത് തൊഴുക. ഭരതനെ തൊഴുത് കഴിഞ്ഞാൽ അടുത്ത് പോവുക ലക്ഷ്മണൻ്റെ അമ്പലത്തിലാണ്. ലക്ഷ്മണൻ്റെ അമ്പലം എന്ന് പറഞ്ഞാൽ മൂഴിക്കുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. മൂഴിക്കുളം, അതായത് അത് പറവൂരൊക്കെ അടുത്ത് തന്നെയാണ് മൂഴിക്കുളം എന്ന് പറയുന്നത്. അവിടെ ലക്ഷ്മണസ്വാമിയുടെ വലിയ അമ്പലമുണ്ട്. വലിയ ഒരു അമ്പലമാണ് ലക്ഷ്മണസ്വാമിയുടെ. ആ മൂഴിക്കുളത്ത് പോയിട്ട് അവിടെ തൊഴുത് കഴിഞ്ഞ് വരുമ്പോൾ വരണ വഴിയാണ് പായമ്മൽ എന്ന് പറഞ്ഞ സ്ഥലം. അരിപ്പാലം, ഇരിഞ്ഞാലക്കുട അതിന് അടുത്ത് തന്നെ അരിപ്പാലം എന്നൊരു സ്ഥലമുണ്ട്. അരിപ്പാലത്തിനടുത്ത് പായമ്മൽ എന്ന സ്ഥലത്താണ് പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം. 4 പേരെയും തൊഴുതിട്ട് വീണ്ടും രാമൻ്റെ അടുത്തേക്ക് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പോകുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല. ആദ്യം തൃപ്രയാർ ശ്രീരാമനെ തൊഴും, അത് കഴിഞ്ഞാൽ ഇരിഞ്ഞാലക്കുട ഭരതനെ തൊഴും, അത് കഴിഞ്ഞാൽ മൂഴിക്കുളത്ത് പോയിട്ട്, മൂഴിക്കുളം അകലെയാണ്, ലക്ഷ്മണസ്വാമിയെ തൊഴും. ലക്ഷ്മണസ്വാമി തൊഴുത് തിരിച്ചു വരുന്ന വഴി പായമ്മൽ ശത്രുഘ്നെയും തൊഴുതിട്ടാണ് വീട്ടിലേക്ക് വരിക. അത് 4 അമ്പല തീർത്ഥയാത്ര. അത് നടക്കുക എപ്പോഴാണെന്ന് വെച്ചാൽ കർക്കിടക മാസത്തിൽ. കൂടൽമാണിക്യത്തിലെ ഉത്സവം ഈ സമയത്താണ്. മേടമാസത്തിൽ പൂരം നക്ഷത്രത്തിലാണ് തൃശ്ശൂർ പൂരം. പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം ഉത്രം, അന്നാണ് ഇരിഞ്ഞാലക്കുട കൊടിയേറുക. പൂരം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉത്രം നക്ഷത്രത്തിലാണ് ഭരതൻ്റെ അമ്പലത്തിൽ, അതായത് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യത്തിൽ ഉത്സവം കൊടിയേറുക. അവിടെ 9 നാൾ ഉത്സവം കഴിഞ്ഞ് 10-ാം ദിവസം അവസാനിക്കും. ഗംഭീരോത്സവമാണ് കേട്ടോ. ഞാൻ പറഞ്ഞു, അവിടെ കൊച്ചു കുട്ടികൾക്കും പോവാം, വയസ്സായവർക്കും പോവാം, പെണ്ണുങ്ങൾക്കും പോവാം. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. രാവിലത്തെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം അവിടെ കലാപരിപാടികളാണ്. കലാപരിപാടികളെന്ന് വെച്ചാൽ ക്ഷേത്രകലകളാണ് കൂടുതൽ. പാഠകം, കൂത്ത്, പിന്നെ കഥകളി, കൂടിയാട്ടം, അങ്ങനത്തെ കലാപരിപാടി കൂടുതൽ. പിന്നെ തിരുവാതിരക്കളി അതൊക്കെ ഉണ്ട്. കഥകളി രാത്രി ഉണ്ടാവുക. 1 മണിക്ക് കഥകളി തുടങ്ങുക, കഴിയുക വെളുപ്പിന് 5 മണിയൊക്കെ ആകുമ്പോഴാണ്. കുട്ടിക്കാലത്ത് ഞാൻ കഥകളി കാണാൻ എൻ്റെ അമ്മൂമ്മയുടെ കൂടെ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനും എൻ്റെ വല്യമ്മയുടെ മോളുണ്ട് മണി, ഞങ്ങൾ 2 പേരും കൂടി അമ്മൂമ്മയുടെ കൂടെ, അമ്മൂമ്മയും അമ്മാവനും അമ്മായിയും കൂടിയിട്ട് ഞാനിപ്പോൾ ഉത്സവത്തിന് കൊണ്ടുപോയി. ശ്രീരാമ പട്ടാഭിഷേകമാണ് അന്ന് രാത്രി കഥകളി. അപ്പോൾ സന്ധ്യയ്ക്ക് പോയി അവിടെ ചെന്ന് സന്ധ്യാനേരത്തുള്ള എഴുന്നള്ളിപ്പൊക്കെ കണ്ട് പിന്നെ കഥകളി കാണാനിരുന്നു. ഞങ്ങൾ കുട്ടികളല്ലേ, ഉറങ്ങിപ്പോയി. ഞങ്ങൾ ഉറങ്ങി അവിടെ കിടന്ന്. എവിടെ നിന്നറിയോ, മുറ്റത്ത് വെറും നിലത്താണ്. എവിടെ കടലാസോ അല്ലെങ്കിൽ തുണിയൊക്കെ വിരിച്ചിട്ടാണ് ഇരിക്കുക എല്ലാവരും. കസേരയൊന്നും ഇല്ല അന്നത്തെ കാലത്ത്. അങ്ങനെ ഉറങ്ങി കുറേ കഴിഞ്ഞ പട്ടാഭിഷേകമാണ് അന്നത്തെ ശ്രീരാമ പട്ടാഭിഷേകമാണ് കഥകളിയുടെ അന്നത്തെ വിഷയം. പട്ടാഭിഷേകത്തിൻ്റെ സമയം വരുമ്പോൾ
നമ്മളിരിക്കുന്ന ഭാഗത്ത് കൂടെയാണ് ശ്രീരാമനും സീതയും ഒക്കെ ഇങ്ങനെ സ്റ്റേജിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നുണ്ട് പട്ടാഭിഷേകത്തിന്. അപ്പോൾ എണീക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും തട്ടി ഉണർത്തുമ്പോൾ ഞങ്ങളൊക്കെ ഉറക്കത്തിനാണ് ഇത് നോക്കിയപ്പോൾ ശ്രീരാമനും സീതയും മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് അവർ എഴുന്നേറ്റ് വഴിയൊക്കെ മാറിക്കൊടുത്തു. അപ്പം ഞങ്ങൾ ഉറക്കത്തിന് എഴുന്നേറ്റിട്ട് നേരെ പോയി മുന്നിലേക്ക്. അവിടെ ചെന്നപ്പോൾ ഒരു കൊറിയർ വന്നതാണ്, അതിൻ്റെ ആണ് കൊളിമ്പലടിച്ചത്, അത് വാങ്ങി വെച്ചു. അപ്പം എന്താ ഞാൻ പറഞ്ഞ കഥയല്ല, സംഭവമാണ് കേട്ടോ. അപ്പം ഞാനും മണിയും ഞങ്ങൾ 5-ലാണല്ലോ പഠിക്കും. ഞാൻ 5-ൽ, അവൾ 3-ലോ ഒക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ശരി, എല്ലാവരും ഇങ്ങനെ മുന്നിൽ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ഭയങ്കര ബഹളമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ. അപ്പം ഞങ്ങൾ ഉറക്കത്തിന് എഴുന്നേറ്റിട്ട് എല്ലാവരും മുന്നിലേക്കൊരു പോലെ പോയിട്ടുണ്ട്. അവിടെയല്ലേ പട്ടാഭിഷേകം നടക്കുന്നത്, സ്റ്റേജിൽ. ഞങ്ങൾ നേരെ മുന്നിലേക്കാണ് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു കയറിങ്ങനെ കെട്ടിയിട്ടുണ്ട്. കയറ് കെട്ടാൻ നമുക്കറിയാലോ, ഉത്സവപ്പറമ്പിൽ അതുപോലെ എല്ലാ വിശേഷ സ്ഥലങ്ങളിലൊക്കെ കയറ് കെട്ടുമല്ലോ, ആൾക്കാരെ കടത്താണ്ടിരിക്കാനായിട്ട്. മുന്നിലേക്ക് സ്റ്റേജിലേക്ക് കടക്കാണ്ടിരിക്കാനായിട്ട് ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. പിന്നെ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും വേറെ കയറൊക്കെ അങ്ങനെ കെട്ടുമല്ലോ, അങ്ങനെ കയറ് കെട്ടിയിട്ടല്ലേ ബൗണ്ടറി തിരിക്കുക. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഒരു കയറിങ്ങനെ കെട്ടിക്കുക, അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് ഓർമ്മ വന്നത്, അമ്മാവൻ എവിടെ, അമ്മൂമ്മ എവിടെ എന്നൊക്കെ ഓർമ്മ വന്നത്. അങ്ങനെ നോക്കിയപ്പോഴും അമ്മാവനെ കാണാനില്ല. രണ്ടുപേരും എവിടെ പോയി ഓരോ പുരുഷന്മാരെ കാണുമ്പോഴും നോക്കുന്നത് നമ്മുടെ അമ്മാവനാണോ, ഓരോരുത്തർ നോക്കുമ്പോഴും നമ്മുടെ അമ്മാവനല്ല എന്ന് മനസ്സിലാവും. അവരങ്ങനെ തന്നെ ഈ കൂട്ടത്തിൽ കൂടെ ഞങ്ങളുടെ മുന്നിലേക്ക് പോയത് അവർ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അവർ നോക്കി ഞങ്ങളെവിടെ, 2 പിള്ളേരല്ലേ, വേഗം കണ്ടുപിടിക്കും. കുറച്ച് കഴിഞ്ഞപ്പോണ്ടല്ലോ നമ്മുടെ ചെവിയുമുണ്ട് 2 വിരലുകൾ ഇങ്ങനെ വരുന്നു, ഇങ്ങനെ എവിടേക്ക് അടി പോയെന്ന് വെച്ചിട്ട് പിടിച്ച് കൊണ്ടുപോയി. അങ്ങനെ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊരു ഓർമ്മയാണ് കേട്ടോ അത്, ഭയങ്കര രസമാണ്. പിന്നെ അങ്ങനെ രാവിലെ നേരെ വെളിച്ചാവും, കഥകളി കഴിയുമ്പോഴേ, എല്ലാം കഴിയുമ്പോൾ വെളിച്ചായി കഴിഞ്ഞാൽ നേരെ വെളിച്ചാകുമ്പോൾ എല്ലാവരും വീട്ടിലേക്ക് വരും. പകുതി ഉറക്കത്തിലാണ് വരിക ഇങ്ങനെ. കാരണം രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിരുന്ന് കഥകളി കണ്ടിട്ട് പകുതി ഉറക്കം തൂങ്ങിയിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് വരും. ബസ്സിൽ കയറി അങ്ങനെ തിരിച്ച് വരേണ്ട ഒരു കഥയുണ്ട്. അപ്പോൾ വരുമ്പോഴും എന്തൊക്കെ വാങ്ങാമെന്നറിയാം. കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങും. വലിയവർ അമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് മെയിനായിട്ട് വാങ്ങുക കൽച്ചട്ടിയാണ്. കൽച്ചട്ടി, കല്ലിൽ കൊത്തിണ്ടാക്കുന്ന, ആ വെളുത്ത കല്ലിൽ കൊത്തിണ്ടാക്കുന്ന ചട്ടി കൂട്ടാൻ വയ്ക്കാനായിട്ട് കൽച്ചട്ടി അത് വാങ്ങും. ബസ്സിൽ കയറ്റിയിട്ടൊക്കെ കൊണ്ടുവരാം പണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഞാൻ പോയപ്പോഴേ ഒറ്റ കൽച്ചട്ടി കണ്ടില്ല അവിടെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു വീഡിയോയിൽ കൽച്ചട്ടി ഇട്ടിട്ട് എന്നോട് 1-2 പേര് ചോദിച്ചു കൽച്ചട്ടി എവിടെ നിന്നാണ് കിട്ടാമെന്ന് ചോദിച്ചു. അപ്പോഴാണ് മനസ്സിലായത്. ഞാൻ പറഞ്ഞു ഇരിഞ്ഞാലക്കുട ഉത്സവത്തിന് കൽച്ചട്ടി വരുമെന്ന് പറഞ്ഞു. വന്നില്ല, ഒറ്റ കൽച്ചട്ടി ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ അടുത്ത് മനസ്സിലാക്കി, നമ്മുടെ തൃശ്ശൂർ പാട്ടരായ്ക്കൽ, അവിടെ പാട്ടരായ്ക്കൽ സ്ഥലമില്ലേ, അവിടെ ഒരു കടയിൽ നിറയെ കൽച്ചട്ടികൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഏത് ഷേപ്പ് വേണമെങ്കിലും കിട്ടും. അവിടെ പോയാൽ കൽച്ചട്ടി കിട്ടും കേട്ടോ. നീ ആക്കിയിൽ അങ്ങനെ വേണമെങ്കിൽ അവിടെ പോയാൽ കിട്ടും. അപ്പോൾ നമ്മുടെ ചീര അരിയിൽ കഴിഞ്ഞു. ഇത്ര ചീരയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് മെഴുക്ക് പുരട്ടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാം തയ്യാറായി. ചോറ്, സാമ്പാർ രാവിലെ ഉണ്ടാക്കിയതാണ് കേട്ടോ, ദോശയ്ക്ക്. പിന്നെ ഒരു 6-7 മാമ്പഴം കൊണ്ട് ഒരു പുളിശ്ശേരി ഉണ്ടാക്കി. പിന്നെ ചീര പൊട്ടിച്ച് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. ചെത്തുമാങ്ങക്കറിയുണ്ട്. പിന്നെ രാവിലത്തെ ചമ്മന്തി, മല്ലിയില ചമ്മന്തി പോരെ, എല്ലാതും ഉണ്ട്. ചേട്ടന് വിളമ്പി കൊടുത്തു കഴിഞ്ഞു. ചേട്ടൻ ഉണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചക്കലത്തെ ലഞ്ച്. നമുക്ക് കുറച്ച് കഴിഞ്ഞ വീഡിയോകളിൽ വന്നിട്ടുള്ള കുറച്ച് കമൻസ് വായിക്കാം കേട്ടോ ഞാൻ. ആദ്യത്തെ കമൻറ്റ് ഇന്നലെ ഇട്ട വീഡിയോൻ്റെയാണ് കേട്ടോ. സരസ്വതി ടീച്ചറാണ് കേട്ടോ. എല്ലാം കേട്ടു. എനിക്ക് നാളെ ഒരു കല്യാണമുണ്ട്, പോകുന്നില്ല. ചൂട് എനിക്ക് സഹിക്കാൻ വയ്യ ടീച്ചർ എന്ന്. ശരിയാ ടീച്ചറെ, ഭയങ്കര ക്ഷീണമായി വരും കേട്ടോ നമുക്ക്. അപ്പോൾ കഴിയുന്നതും ഒഴിവാക്കുക. പക്ഷേ കല്യാണത്തിന് പോകാമെന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമല്ലേ അല്ലേ.
വണ്ടിയിൽ വീട്ടിൽ നിന്ന് കയറി അവിടെ ചെന്നിറങ്ങി, അതുപോലെ കല്യാണം കൂടി അങ്ങനെ തന്നെ വരാൻ പറ്റുകയാണെങ്കിൽ ജസ്റ്റ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കല്യാണമാണെങ്കിൽ ഒന്ന് പോയിക്കോളൂ. വയ്യാങ്കിൽ പോകണ്ട കേട്ടോ. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോൾ സരസ്വതി ടീച്ചർ കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്, വയ്യായൊക്കെ കുറഞ്ഞിട്ടുണ്ട് അല്ലേ, മാറട്ടെ കേട്ടോ, എന്നിട്ട് പോയാൽ മതി ടീച്ചറെ. ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് മാറിയിട്ട് പോയാൽ മതി, പറഞ്ഞാൽ മതി അവരോട്, വയ്യാത്ത കാരണം വരാഞ്ഞെന്ന് പറഞ്ഞാൽ മതി, വിഷമമൊന്നും വിചാരിക്കില്ല. പിന്നെ ടീച്ചറുടെ കുറേ സ്റ്റുഡൻസ് വന്നത് ഞാൻ കണ്ടു കേട്ടോ, അത് നന്നായിട്ടുണ്ട്. ടീച്ചർക്ക് അപ്പം നല്ല ജീവൻ വെച്ചുല്ലോ അല്ലേ. ശരി ശരി. പ്രസന്ന ഉണ്ണികൃഷ്ണൻ, സൂപ്പർ. ടീച്ചറിന് ആരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു പ്രസന്ന. ഈശ്വരൻ്റെ അനുഗ്രഹം മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്കൊക്കെ. ജോളി പി, സൂപ്പർ ടീച്ചർ. ഞങ്ങൾ അരമണിക്കൂർ ലൈനിൽ നിന്നു, വേഗം വരാൻ പറ്റി. വോട്ട് ചെയ്യാൻ പോയപ്പോഴേ, ജോളി ടീച്ചറാണ് കേട്ടോ, വോട്ട് ചെയ്യാൻ പോയപ്പോഴാണ് അരമണിക്കൂർ. ഞങ്ങൾ അരമണിക്കൂറിനേക്കാളും കൂടുതൽ നിന്നു ടീച്ചറെ, 1 മണിക്കൂറോളം നിന്നു രാവിലെ പോയിട്ടും. എന്നിട്ടും തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ജോളി ടീച്ചറുടെ കളിയൊക്കെ കണ്ടു കേട്ടോ ഞാൻ. അമ്പലത്തിൻ്റെ അവിടെ, അമ്പലത്തിൽ ഇങ്ങനെ അരങ്ങേറ്റം സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇപ്രാവശ്യം എനിക്ക് കളിക്കാൻ പറ്റിയില്ല, വയ്യാത്ത കാരണം. അടുത്തത് കാവ്യ പൂവത്തിങ്കൽ, ഗോഡ് ബ്ലെസ് യു ടീച്ചർ. താങ്ക് യു കാവ്യ. കാവ്യ ഏതാനും പ്രതികരിക്കാറുള്ള ഒരാളാണ് കേട്ടോ, കമൻ്റ് എഴുതാറുള്ള ആളാണ്. കാവ്യ വീണ്ടും വന്നു, വളരെ വളരെ സന്തോഷം കേട്ടോ കാവ്യേ. വീണ്ടും സരസ്വതി സരയു, ടീച്ചറെ ആർക്കാ ഇഷ്ടമാകാത്തത്? എനിക്ക് ഒത്തിരി ഇഷ്ടം. മെനി താങ്ക്സ് ടീച്ചർ, മെനി താങ്ക്സ്. രുക്മിണി മാരാർ, പ്രാതൽ വിഭവങ്ങൾ ഗംഭീരം. താങ്ക് യു. അത്ര അധികമൊന്നുമില്ല കേട്ടോ, എങ്കിലും പ്രത്യേകം പറയുമല്ലോ, രാവിലത്തെ ഭക്ഷണം രാജാവിനെ പോലെ കഴിക്കണം എന്നാണ് പറയുക അല്ലേ. രാവിലത്തെ ഭക്ഷണം ഏറ്റവും നല്ല ആരോഗ്യം ഉണ്ടാകേണ്ട ഭക്ഷണം എന്നാണ് പറയുന്നത്, രാജാവിനെ പോലെ കഴിക്കണം എന്നാണ് പറയുക. പിന്നെയും പറയും ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ലേ പറഞ്ഞേ, ഫാസ്റ്റിനെ ബ്രേക്ക് ചെയ്യല്ലേ. അപ്പോൾ നമ്മൾ രാത്രി മുഴുവനും ഒന്നും കഴിക്കാണ്ട് ഇങ്ങനെ ഫാസ്റ്റിങ് ചെയ്ത് കിടന്നിട്ട് 12 മണിക്കൂർ അല്ലെങ്കിൽ 14 മണിക്കൂറൊക്കെ ഒന്നും കഴിക്കാണ്ട് കിടന്നിട്ട് പിന്നെ ആ ഫാസ്റ്റിനെ ബ്രേക്ക് ചെയ്യാണല്ലോ. അപ്പോൾ നല്ലോണം ഭക്ഷണം കഴിക്കണം തന്നെയാണ് പറയണത്. പക്ഷേ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ, അത് വേറെ കാര്യം. എനിക്ക് സിമ്പിളാണ് ഇഷ്ടം, വെറുതെ ഇത്തിരി കഞ്ഞിയോ അതൊക്കെ താല്പര്യമുള്ളൂ. എന്നെപ്പോലെ തന്നെയാണ് ജയശ്രീ രാവിലെ അധികമൊന്നും കഴിക്കില്ല, കുറച്ച്. ഞാൻ 2 ദോശ കഴിഞ്ഞ് ജയശ്രീ 1 ദോശ കഴിക്കുള്ളൂ. ഞാൻ 3 ദോശ കഴിക്കുമ്പോൾ ജയശ്രീ 2 ദോശയെ കഴിക്കുള്ളൂ, കഴിക്കില്ല, ഇനി വേണ്ട, അങ്ങനെയാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പിന്നിലാണ് ആ കുട്ടി. ലതാ മോഹൻ, സൂപ്പർ. താങ്ക് യു ലത. ജയാസ് വെറൈറ്റി വ്ളോഗ്, ചേച്ചി സൂപ്പർ, നല്ല രസം കേൾക്കാൻ. താങ്ക് യു ജയയുടെയും ഞാൻ കേൾക്കാറുണ്ട് കേട്ടോ പറയണതൊക്കെ. ഇപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ ജയെ, യോഗയുണ്ട്, എല്ലാം ഉണ്ട്. ഇനി വിജയലക്ഷ്മി തുളസീധരൻ, റിയലി ഹാപ്പി ടു സീ ടുഡേയ്സ് വീഡിയോ. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതേ. പിന്നെ ആൻഡ് യു ഷെയർഡ് അബൌട്ട് അവർ മീറ്റിംഗ്. അത് ശരി തന്നെയാണ്. ഇന്നലെയാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് മുമ്പ് കണ്ടത്. ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് വീട്ടിൽ വന്നിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്തത്. അപ്പോൾ അതും കൂടി ചേർത്ത് അപ്പോൾ ഇടാനായിട്ട് വൈകിയെന്ന് മാത്രം കേട്ടോ, അപ്ലോഡ് ചെയ്യാൻ വൈകിയെന്ന് മാത്രം, എല്ലാതും ചേർത്തൊക്കെ വന്നപ്പോൾ. അപ്പോൾ സന്തോഷം വിജയലക്ഷ്മി കണ്ടതിൽ കേട്ടോ എനിക്ക്. പിന്നെ മാത്രമല്ല നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നു, എല്ലാവരും മക്കളെ കണ്ടു. പിന്നെ ഈ സൗഹൃദം ഇങ്ങനെ തുടരട്ടെ അല്ലേ. ബിന്ദു മോഹൻ, ടീച്ചറെ നല്ല കോംബോ, പിന്നെ ടീച്ചറുടെ സംസാരവും. താങ്ക് യു ബിന്ദു. ഷീല സജീവ്, ഹായ് ടീച്ചർ, നല്ല സാരി. ശരിയാ, നല്ല സാരി. കല്യാണത്തിന് പോവല്ലേ, അപ്പം നല്ല സാരി ചുറ്റിയില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ ഒരു സാരി ചുറ്റി, കുറേ സാരി ഇരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ സാരി കുറേ ഉണ്ട്, എവിടേക്കും പോകാനൊന്നുമില്ല. അപ്പോൾ എന്താ ചെയ്യുക? എവിടെയെങ്കിലും വല്ല കല്യാണമോ അല്ലെങ്കിൽ വല്ലതൊക്കെ വന്നാലല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. വീട്ടിൽ ചുറ്റാൻ പറ്റുന്ന സാരി അല്ലല്ലോ അതൊന്നും. അപ്പോൾ ആ സാരി ഉടുത്തെന്ന് മാത്രം.
കുറച്ചൊക്കെ ഞാൻ ആർക്കെങ്കിലും കൊടുക്കും. പക്ഷെ ഇപ്പോൾ ആർക്കും സാരി വേണ്ട. ജയശ്രീക്ക് സാരിയേ ഇഷ്ടമില്ല. ഓണത്തിന് സാരി വാങ്ങിയാൽ പറഞ്ഞ് ജയശ്രീ പറയും എനിക്ക് സാരി വേണ്ടേ വേണ്ട, ചുരിദാറാണ് ഇഷ്ടം. അപ്പം ഞാൻ ജയശ്രീയോട് ഇഷ്ടമുള്ള എടുത്തോളാൻ പറയും. അങ്ങനെയാണ്. ജയശ്രീക്കും സാരി ഇഷ്ടമില്ല. ജയശ്രീ ചുരിദാർ ഇടുമ്പോൾ എന്താ ഭംഗിയെന്നറിയാം കാണാനായിട്ട്. പിന്നെ ബിന്ദു മോഹൻ വീണ്ടും പറയാണ്, ടീച്ചറെ സിമ്പിൾ വീഡിയോസ് ആണ് ഞങ്ങൾക്ക് ഇഷ്ടം. ശരിയാ, എല്ലാവരും സിംപ്ലിസിറ്റി തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. വല്ലാണ്ട് ഇങ്ങനെ ഇത് കാണിക്കണത് അത്ര അധികം ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ടല്ല, നമ്മൾ സിമ്പിളായിട്ട് ജീവിക്കുക, അങ്ങനത്തെ ഒരാളാണ് ഞാൻ. സുധ സി, സൂപ്പർ വീഡിയോ ടീച്ചർ. താങ്ക് യു സുധ. നിങ്ങളുടെയൊക്കെ ഇങ്ങനെ പറയണത് കാരണമാണ് ഞാനിങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യണത് കേട്ടോ. പിന്നെ മാത്രമല്ല, അത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നോക്കും എന്താ പറഞ്ഞേ, ആരൊക്കെ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞു എന്നിങ്ങനെ നോക്കും. പിന്നെ അതിനടിയിൽ കമൻറ്റുകൾ എഴുതാനായിട്ട് ടൈം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതിപ്പോൾ വായിച്ചത്, സമയം കിട്ടാത്ത കാരണമാണ്. മീന റാം, ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ഉപ്മ ആൻഡ് കടലക്കറി സൂപ്പർ. ഐ വിൽ ഓൾസോ ട്രൈ. ടുഡേയ്സ് വീഡിയോ ഗുഡ് ആസ് ഓൾവേസ് വിത്ത് മെനി ഹാപ്പി മൊമെൻറ്റ്സ് ഷെയർഡ്. കുറേ നല്ല നല്ല നിമിഷങ്ങൾ കിട്ടി, അതൊന്ന് ഷെയർ ചെയ്തു. അപ്പോൾ അങ്ങനത്തെ അവസരങ്ങൾ കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കുക, എന്തെങ്കിലും നമുക്ക് പുതിയത് ഇടണ്ടേന്ന് വെച്ചിട്ട്. ഇപ്പം ഇന്നലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവ് ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കടലക്കറിയാണ് ഇന്നലത്തെ സ്പെഷ്യലായിട്ടുള്ള സാധനം. എന്താണെന്ന് വെച്ചാൽ കടല ഞാൻ ഇങ്ങനെ അരയ്ക്കാറില്ല, നാളികേരം അധികം ചേർക്കാറില്ല. അപ്പോൾ നാളികേരവും സവാളയാണ് കൂടുതൽ ചേർക്കാറ്. അപ്പോൾ സവാള രണ്ടും കൂടി ചേർത്തപ്പോൾ സൂപ്പറായി. രാജേട്ടന് നല്ല ഇഷ്ടമായി. മീനയ്ക്ക് പ്രത്യേകം നന്ദി. വിനീതിൻ്റെ ആ തമ്പം ബ്രഷന് 3 വട്ടം താങ്ക്സ്. സുപ്രിയ, ഞാൻ കൂടി വരട്ടെ കല്യാണത്തിന്, തന്നെ വച്ച് കഴിച്ച് മടിയായി എനിക്ക്. അമ്മക്കിളി ഉമ്മ. സുപ്രിയ, ഞാൻ കാണാറുണ്ട് കേട്ടോ, എല്ലാം കാണാറുണ്ട്. സുപ്രിയയുടെ ബ്ലോഗ് നല്ല രസമാണ്, നല്ല സുന്ദരി കുട്ടിയല്ലേ. മാത്രമല്ല ആ വീട് കാണാൻ എന്ത് ഭംഗിയാണ്, ആ മുന്നിലുള്ള കുറേ ചെടികൾ കാണാൻ എന്ത് ഭംഗിയാണ്. അതിൻ്റെ ഉള്ളിൽ സുപ്രിയ നിൽക്കുമ്പോൾ, സുപ്രിയക്കാണോ ഭംഗി തോട്ടത്തിനാണോ ഭംഗി എന്ന് എനിക്ക് തോന്നും. അപ്പോൾ ഇങ്ങനെ പറയില്ലേ, നിശയാച്ച ശശി ശശിനാച്ച നിശ എന്ന് പറയും. നിശയാച്ച ശശി ശശിനാച്ച നിശ, നിശ കൊണ്ട് ശശിയും ശശി കൊണ്ട് നിശയും ശോഭിക്കുന്നു എന്ന് പറയും. അതേപോലെയാണ് അർത്ഥറിയാലോ, ചന്ദ്രനെ കൊണ്ട് രാത്രിയും രാത്രിയെ കൊണ്ട് ചന്ദ്രനും ശോഭിക്കുന്നു എന്നതുപോലെ സുപ്രിയ നിൽക്കുമ്പോൾ തോട്ടത്തിന് ഭംഗി, തോട്ടത്തിൽ നിൽക്കുമ്പോൾ സുപ്രിയയ്ക്ക് ഭംഗി എന്ന പോലെയാണ്. നല്ല രസമായിട്ട് സുപ്രിയയെ കാണാനായിട്ട്, അടിപൊളിയാണ്. സുപ്രിയയുടെ സംസാരവും നല്ല രസമാണ്. ലക്ഷ്മിക്കുട്ടി നായർ, നൈസ് വീഡിയോ. മിനി താങ്ക്സ് ലക്ഷ്മിക്കുട്ടി. എൻ്റെ വീഡിയോ ഒരുപാട് കാലങ്ങളായിട്ട് കാണുന്ന ഒരാളാണ് ലക്ഷ്മിക്കുട്ടി. അപ്പോൾ ലക്ഷ്മിക്കുട്ടിയുടെ വീട് എവിടെയാണെന്നും എനിക്കറിയില്ല. ഇതുപോലെ തന്നെ കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വിജയലക്ഷ്മി തുളസീധരനെ കണ്ട പോലെ എപ്പോഴെങ്കിലും എവിടെ വെച്ചെങ്കിലും ലക്ഷ്മിക്കുട്ടിയെയും കാണാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരെയും കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നന്ദിനി വീണ ഫ്രം ഹൈദരാബാദ്, സൂപ്പർ ടീച്ചറെ, പുട്ട് കടല ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ താങ്ക് യു നന്ദിനി. ശോഭന മോഹൻ, രാവിലത്തെ ഭക്ഷണം അടിപൊളി, ഫോട്ടോയിലും നല്ല ഭംഗിയുണ്ട്, സൂപ്പർ. താങ്ക് യു ശോഭന. നല്ല ഭക്ഷണം കഴിക്കണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് രാവിലെ, അപ്പം നല്ല തന്നെ വച്ചു, അത്ര തന്നെ ഉള്ളൂ. കൃഷ്ണപ്രീതി ബാലകൃഷ്ണൻ, ഞാൻ കടലക്കറിയിൽ കുറച്ച് ഗരം മസാല പൊടി കൂടി ഇടും. ഞാനും ഇടാറുണ്ട് കേട്ടോ. രാജേട്ടന് ഏറ്റവും ഇഷ്ടം ഗരം മസാല ഇടുന്നതാ. ഞാൻ ഇന്നലെ മറന്നുപോയതാ ശരിക്കും പറഞ്ഞാൽ കേട്ടത്. ഉണ്ടായിരുന്നു, ഇവിടെ ഗരം മസാല ഉണ്ടായിരുന്നു, ഞാനത് മറന്നുപോയി. ഇപ്പോൾ കൃഷ്ണ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ, ഇടായിരുന്നു. ബിന്ദു മോഹൻ, ജയശ്രീ വോട്ട് ചെയ്യാൻ പോയോ ടീച്ചറെ? പോയില്ലോ, ജയശ്രീ ഉച്ചയ്ക്കാണ് പോയത്. നന്ദിനി വീണ ഫ്രം ഹൈദരാബാദ്, ടുഡേ വീഡിയോ കെയും ലേറ്റ്. ശരിയാണ് നന്ദിനി.
രാത്രിയായി. കാരണം കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നേരം കുറേയായി. പിന്നെ അത് എഡിറ്റ് ചെയ്ത് വന്ന് ഒരു പ്രാവശ്യം അത് സേവ് ചെയ്തു. അപ്പോഴാണ് ഓർമ്മ വന്നതല്ല, ഫോട്ടോ ഇടാൻ മറന്നില്ലേ എന്ന്. അതായത് നമ്മുടെ വിജയലക്ഷ്മി തുളസീധരൻ്റെ ഒരുമിച്ചെടുത്ത ഫോട്ടോ ഉണ്ടല്ലോ, അത് ഇടാൻ ഞാൻ മറന്നു. ഫോട്ടോ ഇടാമെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഇട്ടില്ല. വീണ്ടും അത് ക്യാൻസൽ ചെയ്ത് വീണ്ടും എഡിറ്റ് ചെയ്തിട്ട് പിന്നെ ഇട്ടു. അങ്ങനെയൊക്കെ നേരം വൈകി പോയതാണ് കേട്ടോ. പിന്നെ മനോജ് കെ, ഹായ് മനോജ്. ഒരുപാട് നീളമായി നമ്മുടെ വീഡിയോയ്ക്ക് കേട്ടോ. അധികം നീളമായ എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് ഇവിടെ നിർത്തട്ടെ കേട്ടോ.